അങ്ങനെ അതിഭീകര ഗെയിം സ്ട്രാറ്റജിയുമായി നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഗൈസ്. ജാസ്മിനെയും ഗബ്രിയുമാണ് ജയിൽ നോമിനേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അവരിത് എത്രത്തോളം ആഗ്രഹിച്ചതെന്ന് നമുക്കറിയാം. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇന്ന് നോമിനേറ്റ് ചെയ്ത് ഗബ്രി നോമിനേറ്റ് ചെയ്ത പേര് പോലും ജാസ്മിൻ്റെയാണ്. അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ അവരെത്രത്തോളം ആഗ്രഹിച്ച കാര്യമാണ് അതെന്ന്. എന്നാലും ഇത്രയും വിഡ്ഢികളാണോ വീട്ടിലുള്ളവർ? കാരണം അവർക്ക് ഓൾറെഡി സ്ക്രീൻ സ്പേസ് ഉണ്ട്. അവർ ആഗ്രഹിക്കുന്നതും അതാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ജയിലിനുള്ളിലേക്ക് അവർ രണ്ടുപേരെയും വിടുമ്പോൾ അവർ ആഗ്രഹിച്ച എല്ലാവർക്കും കിട്ടി. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇരുന്ന് സംസാരിക്കാനും സ്ക്രീൻ സ്പേസും എല്ലാവർക്കും കിട്ടി. ഇവർ എന്തുദ്ദേശിച്ചാണ് വിട്ടതെന്ന് നമുക്ക് അറിയില്ല. ഇനി മേ ബി ഉള്ളിലിരുന്ന് കുറച്ചും കൂടെ കണ്ടന്റ് ആകുമ്പോൾ അതൊരു നെഗറ്റീവായി മാറട്ടെ എന്നുള്ളൊരു തോന്നലാണോ എന്ന് അറിയില്ല. എന്തായാലും ജാസ്മിനും ഗബ്രിയും വളരെ സന്തോഷത്തിലാണ്. വീട്ടുകാരുടെ ശല്യമൊന്നും ഇല്ലാതെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ഇനി ബിഗ് ബോസ് ആ മൈക്കും കൂടെ ഒന്ന് ഊരി വെക്കാൻ അനുവദിച്ചാൽ കുറച്ചും കൂടെ സന്തോഷമായിരുന്നു. എന്തു പറയാനല്ലേ ഇമ്മാരി മണ്ടത്തരായ തീരുമാനങ്ങൾ കൊണ്ട്. വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കളിക്കുന്ന ആരും ഇല്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആരും ഇല്ല ഇപ്പോൾ ഹൗസിനകത്ത്. അതാണ് കാര്യം. എന്തായാലും അത് തിരിച്ചറിഞ്ഞ് ഗബ്രി ഗെയിമിലോട്ട് നല്ലോണം തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. ജാസ്മിനാണ് പറ്റാത്തത്. ജാസ്മിൻ ഫുള്ള് ഗബ്രിയുടെ പുറകെ ആയതുകൊണ്ട് ജാസ്മിൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗബ്രി എന്നാലും ഗബ്രിക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട്. സിജോ ഇല്ല, റോക്കി ഇല്ല, രതീഷ് ഇല്ല. അപ്പോൾ ഒരു സ്പേസ് നന്നായി മനസ്സിലാക്കി കളിക്കാൻ ഗബ്രി ശ്രമിക്കുന്നുണ്ട്. ജാസ്മിൻ കൂടെ കളിച്ചാൽ നന്നായിരുന്നു.